വന്യമൃഗ ആക്രമണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ സജ്ജമാക്കേണ്ടതുണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. എംഎൽഎമാരും എംപിമാരും സർക്കാരും ഒരുമിച്ച് സഹകരിച്ച് ഈ പ്രദേശത്ത് സുരക്ഷിതമായ സാഹചര്യം രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമറിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഏരിയയാണ്. അങ്ങനെയുള്ള പ്രദേശത്ത് ധാരാളം ജനവാസ കേന്ദ്രങ്ങൾ. ആ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയും തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെ തുരത്തുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇനിയും നമുക്ക് സജ്ജമാകേണ്ടതാണ്. അതിനുള്ള നടപടിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആദ്യ പ്രതികരണത്തിൽ നിന്നും അവരുടെ വിഷമത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മുടെ ജില്ലയിലെ അതിരൂക്ഷമായ ഇത്തരം പ്രതിസന്ധികളെ നേരിടുന്ന പ്രദേശങ്ങളിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുമെന്നും ഈ പ്രദേശത്തിന്റെ സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും ഡീൻ കുര്യാക്കോസ് എം.പി. പറഞ്ഞു. എവിടെയാണ് കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായ റിപ്പോർട്ടുണ്ടെന്നും ഡീൻ കുര്യാക്കോസ് എം.പി. മാധ്യമങ്ങളോട് പറഞ്ഞു. ജില്ലാ സമരം നമ്മൾ അവസാനിപ്പിച്ചു. അതല്ലാതെ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ മാത്രം ലഭിച്ച പേരിലല്ല. അതോടൊപ്പം തന്നെ എനിക്ക് കൂട്ടിച്ചേർത്ത് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ കയ്യിൽ കൃത്യമായ റിപ്പോർട്ട്. അതല്ലാതെ ഒരു പുതിയ സ്ഥലത്തു നിന്നും അങ്ങനെ ഇപ്പോൾ ഇവിടെ മുള്ളരിങ്ങാട് മേഖലയിൽ കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലമായി 10-18 വരുന്ന ആനകൾ സ്ഥിരമായി ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ജനവാസത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം അതിൻ്റെ ഒരു നല്ലൊരു ഭാഗം കഴിഞ്ഞ് എന്ന് വെച്ചാൽ ഇപ്പോൾ 3 ആനകൾ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ എന്ന് പറയപ്പെടുന്നു. 3 ആനകൾ അവശേഷിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യജീവനിലൂടെ പോകുന്നത്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു ശക്തമായ ഒരു ഇടപെടൽ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടല്ല ഭരണാധികാരികൾ കാര്യങ്ങൾ നേതൃത്വം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പോകണം. തീർച്ചയായും